വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വ്ലോഗാണ്. ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, പൊങ്കാലിടാൻ തോന്നുന്നോ, ചീത്ത പറയാൻ തോന്നുന്നുണ്ടോ, അതോ ഇനി മേലാൽ വ്ലോഗ് ഇടരുതെന്ന് പറയാനാണോ തോന്നുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുറച്ച് അപ്പം പറിച്ചൽ കൂടുതലാണ്, അതൊന്ന് നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഈ ഡയലോഗ് പറഞ്ഞിട്ട് അടുത്ത ഡയലോഗ് ആലോചിക്കുമ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിൽ അപ്പോൾ എന്നുള്ളത് കുറച്ച് ടൈം മാറിക്കോളും, ഇതൊരു ശീലമായിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഇവരെ പരിചയപ്പെട്ട കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് സൺ, ഇവൻ്റെ പേര് മെസ്സി. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് സൺ, ഇവൻ്റെ പേര് ലിയോ. ഇവരാണ് എൻ്റെ ലോകം, ചക്രകളാണ് എൻ്റെ ലോകം. അപ്പോൾ കം ടു ദ പോയിന്റ്, ഞാനിന്ന് തൃശ്ശൂർക്ക് പോവാം കേട്ടോ. തൃശ്ശൂർ പോകുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പേജിലാണെച്ചാലും യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാർഗ പ്രതിനാട്യ എന്ന് പറഞ്ഞിട്ട് ഒരു സീസൺ 1 ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് കുട്ടികളുടെ അരങ്ങേറ്റവും അവിടെ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഈ വർഷം ഞങ്ങൾ അതിന് ചേഞ്ച് ചെയ്തിട്ട് ഈ വർഷം ഞങ്ങളൊരു വർക്ക്ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഷീജിത് നമ്പ്യ സാറായിരുന്നു വന്നത്. സാറിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു. സാറ് ഒരു വർണ്ണം കേട്ടോ പഠിപ്പിച്ചത്. അപ്പം വർണ്ണമാണ് ചെയ്തത്. സാറ് ഫുൾ വർണ്ണം പഠിപ്പിച്ച് തീർത്ത് പോയി. അപ്പോൾ സാർ പ്രാക്ടീസ് ഓഡിയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒറിജിനൽ ട്രാക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എന്തേ റെക്കോർഡിങ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടുത്തുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലെല്ലാം മാക്സിമം 1 or 2 ബൂത്ത്സ് ഉണ്ടല്ലോ. ബൂത്ത് മീൻസ് നമ്മൾ പെർഫോമൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്പേസ്. അപ്പോൾ അറ്റ് എ ടൈം നമുക്കൊരു 3-4 ഓർക്കസ്ട്ര ഫുൾ ചെയ്യാനയച്ചാൽ കുറച്ച് പാടുള്ളത് കൊണ്ട് തൃശ്ശൂരാണ് ഉള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പം മനസ്സിലാപ്പം. പിന്നെ നമ്മൾ വിളിച്ച ആർട്ടിസ്റ്റുകളൊക്കെ തൃശ്ശൂർ ഏരിയയിൽ തന്നെ താമസിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ മതി, അവർക്ക് അവിടെ തന്നെ നിന്നാൽ മതിയാവും. അപ്പം ഞങ്ങളപ്പോൾ തൃശ്ശൂർക്ക് പോവാണ്. ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉടുപ്പി ശ്രീനാഥ്, അവനും വരുന്നുണ്ട്. എൻ്റെ വീട്ടിന് അപ്പുറത്തെ റോഡ്, അതായത് ഒരു 5 മിനിറ്റ് യാത്ര ഉള്ളൂ അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഞാൻ ജഗതിയിലാണെങ്കിൽ അവൻ്റെ വീട് ഡീപ്പയിലാണ്, ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം. അപ്പോൾ സോറി വീണ്ടും ഒപ്പം പറയുന്നു. അങ്ങനെ അവനെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു 1:30 ആയി. ഒരു 2:33 ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോകുന്നു. തൃശ്ശൂർ പോയിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് സ്നേഹ, അവൾ ഇന്നലെ മൂകാംബികയിൽ പെർഫോം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവളെ കൂട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇന്ന് രാത്രി ഒരു 1 o'clock ആകുമ്പോൾ അവൾ തൃശ്ശൂരെത്തും. രാത്രി ഞങ്ങൾ അവിടെ പോയി സെറ്റിലൊക്കെ ആയിട്ട് അവളെ പോയി പിക്ക് ചെയ്തിട്ട് വേണം ഇനി വരാനായിട്ട്. അപ്പോൾ വിശേഷങ്ങൾ ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ എനിക്ക് എത്രത്തോളം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഇല്ല. ബിക്കോസ് അത്രയ്ക്ക് ഞാൻ ഇതിലൊരു മാസ്റ്റർ എടുത്തൊരു പേഴ്സണൊന്നുമല്ല. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് തന്നെ. ബട്ട് എന്നാലും ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ നമ്മളൊരു ഓർമ്മകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക പറ്റുന്നിടത്തോളം. നമ്മളിപ്പോൾ ഒരു ഫോണിൽ ഇല്ലെങ്കിൽ നമ്മൾ ടി വിയിലാണെങ്കിൽ നമ്മളൊരു സോങ് കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കാറില്ല. എങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്നത്, അതിൻ്റെ പ്രോഗ്രാമിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വന്ന് പാടിയിട്ട് അതെങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ വഴി എനിക്ക് ദ ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, നമ്മുടെ നട്ടുവാങ്കം വായിക്കുന്ന നട്ടുവാങ്കം എന്താണെന്നുള്ളത് ഞാൻ പുള്ളി വായിക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാട്ടെ എന്താണെന്നുള്ളത്. നട്ടുവാങ്കമുണ്ട്, പിന്നെ മൃദംഗം വായിക്കുന്ന ഒരാളുണ്ട്, പിന്നെ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളുണ്ട്, പിന്നെ വോക്കലും. 4 ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡാൻസർ ഉണ്ടാവും, കാരണം അവൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. പാട്ട് എത്ര ടൈം വേണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുള്ള എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്തിടുക. എന്നാലേ എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമുക്കൊരു ഓർമ്മകളാണല്ലോ. പിന്നീട് ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്നുള്ളത്. അപ്പം വീണ്ടും സോറി. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി വഴിയെ കാണാം. ഓക്കെ, ബൈ. ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാൻ നമ്മ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ലഞ്ച് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇന്ന് മൺഡേ ആണ്. മൺഡേയ്സ് ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. ഇന്ന് ശിവൻ്റെ ദിവസമായിരുന്നു. ഞാൻ ശിവൻ ഡിവോട്ടിയാണ്. ചിലപ്പോൾ പ്രാന്തായിരിക്കും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുക. ബട്ട് എന്തോ ഞാൻ മൺഡേയ്സ് അങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് നോക്കട്ടോ. ഉച്ചയ്ക്ക് നീ ചോറ് നിർബന്ധം കേട്ടോ. ചോറ്, കീരത്തോരനും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും. ഈ വെള്ളം കുടിക്കുന്ന കേട്ടോ എൻ്റെ അമ്മ. പിന്നെ ഇത് ഇരിക്കുന്ന എൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എവിടെയല്ല കേട്ടോ, വർക്ക് ചെയ്യുന്ന പുറത്താണ്.
ദേ ഇരിക്കുന്നു ലിയോ. എന്തെങ്കിലും താഴെ വീണാൽ അപ്പം തിന്നാന്ന് പറഞ്ഞിട്ട് ലിയോയും ദേ സൈഡിൽ മെസ്സി ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ബാഗ് എടുത്താൽ അവർക്കറിയാം ഞാൻ പോവാന്നുള്ളത്. അതവിടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർ വിഷമം. ലിയോ ബായ്, ഞാൻ പോവാ കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് കാണാം കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞ് കാണാം കേട്ടോ. ലിയോ മിസ്സി ടാറ്റാ, അമ്മ പോയി വരേട്ടോ. ബൈ. കൂടെ ഞാൻ കൊണ്ടുപോകാന്നുള്ളത് കേട്ടോ. രണ്ടുപേരും റെഡിയായി പോവാൻ. ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ, നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2:40 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും ഉടുപ്പി ഫ്രീ ആയി കോള് വന്നത്, അവൻ റെഡിയായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിൻ്റെ കുറച്ച് സീൻസാണ്. ഞാൻ പോകട്ടെ, ഞാൻ പോയി വരാം കേട്ടോ. അമ്മ പോയി വരാം കേട്ടോ. ഈ അമ്മ ഇഷമ്മ, അമ്മ പോയി വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. ആശാന്റെ വീട്. ഇപ്പം ഞങ്ങൾ മറ്റേ AKG ഹോളിൻ്റെ ആ ഏരിയ എത്തി കേട്ടോ. അതിന് ഓപ്പോസിറ്റ് ഒരു ബട്ടൺ ആൻഡ് ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കേട്ടോ സ്ഥിരം കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ഒരു കോഫി. എന്തോ ഒരു പ്രത്യേകതയാണ്. കോഫി മാത്രമല്ല, അവിടുത്തെ ഞാൻ ഇതുവരെ കഴിച്ചിട്ട് ഞാൻ ഭയങ്കര ഫുഡിയാണ്. പലയിടത്തും ഞാൻ കട്ട്ലേറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ബട്ടൺ ആൻഡ് ബ്രൂസിൽ പോയിട്ട് ഒരു കോഫിയും കുടിച്ചിട്ട് അങ്ങനെ ട്രാവലിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതാട്ടോ ബട്ടൺ ആൻഡ് ബ്രൂസിൻ്റെ എൻട്രൻസ്. ഈ നിൽക്കുന്ന മഹത് വ്യക്തിയാണ് നമ്മുടെ ഉടുപ്പി ശ്രീനാഥ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കട്ട്ലേറ്റ്. ഇവിടെയൊക്കെ വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്, വേറെയും കുറേ ഐറ്റംസ്. ബട്ട് എനിക്കെന്തോ കട്ട്ലേറ്റാണ് ഇവിടെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇവിടെ നമ്മുടെ കോഫി ഉണ്ടാക്കി തരുന്ന കിട്ടിയില്ല കോഫി ചേട്ടന്. പേരുപോലും എനിക്കറിയത്തില്ല കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ കട്ട്ലേറ്റ്. എവിടെ എത്തി നമ്മളിപ്പോൾ? പറയൂ, എവിടെ സ്ഥലം? സ്ഥലത്തിൻ്റെ പേര് പറ. എന്തുകൊണ്ട് ലേറ്റായി? എന്തുകൊണ്ട് ലേറ്റായി? ഞാനല്ലല്ലോ റീസൺ. ആരായിരുന്നു റീസൺ? ആക്ച്വലി ഞങ്ങൾ ലേറ്റായിന്ന് റീസൺ കണ്ടിട്ടുണ്ട്. ഒന്ന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വേറെ ഒരു കാര്യം, ഞാൻ ഫോൺ വെച്ച് മറന്നുപോയി നമ്മുടെ ബട്ടൺ ബ്രൂസിൽ. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് കഴക്കൂട്ടൊക്കെ എത്തിയിട്ട് വീണ്ടും തിരിച്ചു പോയി ഫോൺ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 o'clock തിരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെയോ ആലപ്പുഴ നമ്മുടെ ബൈപ്പാസ് റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈഷ്ണോണ്ടില്ല കേട്ടോ മേടിച്ചത്. പിന്നെ അതിന് സൈഡ് ഡിഷൊന്നും മേടിച്ചില്ല, എനിക്ക് വേണം തോന്നിയില്ല. അവനൊരു പൊടി ഇഡ്ഡലിയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബട്ട് ചില ഏരിയാസൊന്നും വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹെവി റെയിനായിരുന്നു. ചില റോഡ് പോലും കാണാൻ പറ്റാത്ത അത്രയും ഹെവി റെയിനായിരുന്നു. തൃശ്ശൂർ എത്തി കേട്ടോ. ഒരു 11:40 ഒക്കെ ആയപ്പോഴത്തേക്കാണ് എത്തിയത്. നല്ല മഴയായിരുന്നു. റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും മഴയായിരുന്നു. എറണാകുളമൊക്കെ ആയപ്പോഴത്തേക്കും. സോ എങ്ങനെയോ ഓടിച്ചെത്താൻ പറ്റി. 11:40 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്നേഹനെ പിക്ക് ചെയ്യാൻ പോയി. സ്നേഹനെ പിക്ക് ചെയ്ത് വന്നു സ്റ്റേഷനിൽ. അപ്പോൾ ഇനിയിപ്പോൾ കറക്കാൻ പോവാം. എവിടെയാണ് നിൽക്കുന്നതൊക്കെയുള്ള നാളെ ഞാൻ കാണിക്കട്ടോ. അത്രയ്ക്ക് ടയർഡാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ തൃശ്ശൂർ ഡേ 2. ഇപ്പം എണീറ്റതേ ഉള്ളൂ. നമ്മൾ വ്ലോഗ് പറഞ്ഞപ്പോൾ ഒരാൾ പോയി, ഒരാളോട് ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഒരു 11 o'clock ആകുമ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളിപ്പോൾ ഹോം സ്റ്റേ ആയിട്ട് എടുത്തേക്കുന്നത്. Airbnb എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് കേട്ടോ. അതൊന്ന് ഞങ്ങളിപ്പം തൃശ്ശൂർ ഹോം സ്റ്റേ എടുത്ത്. അപ്പം ഈ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു 11 o'clock ആകുമ്പോൾ വരും റിഹേഴ്സലിന്. റിഹേഴ്സൽ ചെയ്തിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ പോകട്ടെ. അങ്ങനെ ഞാൻ റെഡിയായി, അവർ 2 റെഡിയായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വിഗ്ഗിയിൽ അങ്ങ് ഓർഡർ ചെയ്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. പോയി കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഞാനപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഞാൻ സ്വിഗ്ഗി ചെയ്തു. അപ്പോൾ അതൊരു 20 minutes കാണിക്കുന്നത്. അപ്പോൾ അത് എത്തും. അപ്പോഴേക്കും ഒരു 11 o'clock ആകുമ്പോഴാണ് ഞങ്ങൾ റിഹേഴ്സലിനുള്ള ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ലാഗ് ഇല്ലാണ്ട് പോകാൻ പറ്റുമല്ലോ.
അപ്പം അതിനു മുന്നേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ റൂട്ട് എന്നുള്ളത് ഞാൻ ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഈ ഇപ്പോൾ വ്ളോഗ് കാണുന്ന എല്ലാവരും ആർട്ടിസ്റ്റുകളാകണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഐറ്റം വർണ്ണമാണ്. വർണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭരതനാട്യം കച്ചേരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഐറ്റമാണ് വർണ്ണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇതിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, അഭിനയിക്കാനുള്ള ഒരുപാട് സ്പേസ് കിട്ടും. ആൻഡ് നമുക്ക് ജഡീസ് ആണെങ്കിലും കളിക്കാൻ ഒരു ഫുഡ് മൂവ്മെൻറ്റ്സിനൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വർണ്ണം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് പലപ്പോഴും അങ്ങനെ കുറച്ച് കോൾസ് കിട്ടാറുണ്ട്. അതായത് ഈ ചില പാരൻസ് വിളിച്ചിട്ട് ടീച്ചർ എൻ്റെ മോളുടെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇനി അതിന് ശേഷം ടീച്ചർ ബാക്കിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അരങ്ങേറ്റം കഴിഞ്ഞ് എന്ത് പഠിപ്പിക്കാനാവും? ഞാൻ ചോദിച്ചു എന്താ ചെയ്ത അരങ്ങേറ്റം? അവള് ഒരു അലരിപ്പും പിന്നെ എന്നൊരു പാട്ടും കൂടെ ചെയ്തു. ചിലർ പറയും കൗത്തം ചെയ്തു എന്ന് അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ വണ്ടടിക്കാറുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു സ്റ്റേജിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന് ഞാൻ കാണുന്നത് രംഗപ്രവേശം എന്നാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മളത് ഫസ്റ്റ് സ്റ്റേജ് അരങ്ങ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ 1-2 ഐറ്റംസ് ഒക്കെ നമ്മൾ കളിക്കുന്ന ഓക്കെ. ബട്ട് നമ്മളൊരു അരങ്ങേറ്റമായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ഭരതനാട്യം കച്ചേരി മോഡലായിട്ടാണ് ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊന്നും എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. എല്ലാവർക്കും വളരെ ഈസി പാത്താണല്ലോ, എങ്ങനെ സ്റ്റേജിൽ കളിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മളതൊന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണം എന്നും പറഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡോക്ടർ ആവാൻ MBS പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ സ്കൂൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചു, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് ഇതെല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് എക്സാമും ഒക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളൊരു MBS എക്സാം എഴുതി നമ്മൾ ആ ഒരു കോഴ്സിന് പോകുന്നത്. ബട്ട് ഒരു മ്യൂസിക്കും ഡാൻസും തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ പാരൻസിന് അത്രയും ടൈം പറ്റത്തില്ല. അവർ വർഷം കഴിഞ്ഞ ടീച്ചർ എൻ്റെ മോള് എന്നെ ഇറങ്ങിയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോട്ടെന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറല്ല. ഞാൻ എൻ്റെ കുട്ടികൾക്ക് പാരൻസിനും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡാൻസ് എന്ന് പറയുന്നതിൽ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ കുട്ടീനെ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വെരി ക്ലിയർലി ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് ഡാൻസ് ക്ലാസ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പാഷനാണ്. ഞാൻ പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് കാശുണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വേയിൽ പോകുന്നത്. അതുകൊണ്ട് പലപ്പോഴും കുറേ കുട്ടികൾ എന്താ പറയുക ചിലപ്പോൾ അഡ്മിഷന് വരാറില്ല, കാരണം കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. പക്ഷെ എനിക്കുള്ള കുട്ടികൾ ഞാൻ വെരി ഹാപ്പിയാണ്. അത്രയും പേർക്ക് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ അത് ചിന്തിക്കാറുള്ളൂ. അപ്പം ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റിയാൽ അത് മാറ്റുക. അങ്ങനെ അല്ല, നമ്മളൊരു അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് അലാരിപ്പ്, പുഷ്പാഞ്ജലി, കൗത്വം, സ്വരജതിയോ ജതിസ്വരം ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലായിട്ടായിരിക്കും വർണ്ണം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പദം, ജാവലി, ഓരോ, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് തില്ലാന, മംഗളം. ഇത്രയും വരുന്നൊരു 1.5-2 മണിക്കൂറുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു അരങ്ങേറ്റത്തിൽ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഭരതനാട്യം കച്ചേരി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് വർണ്ണം. മിനിമം 30 മിനിറ്റ്സ് എങ്കിലും വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് യൂത്ത് ഫെസ്റ്റിവൽ പറഞ്ഞു കേട്ടോ. യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ ഡാൻസ് പെർഫോമൻസ് അവർ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വർണ്ണം കളിക്കണം എന്നുള്ളതാണ്. അത് പക്ഷേ 10 മിനിറ്റത്തെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ സാധനമാണ് വർണ്ണം. പക്ഷെ ശരിക്കും ഒരു ട്രഡീഷണലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വർണ്ണം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ആ ഒരു വർണ്ണം മതി ആ ഒരു ഡാൻസറിന് എത്ര കഴിവുണ്ട്, ഇല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ വർണ്ണമാണ് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫിലിം സോങ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ 3 പാരഗ്രാഫ് 4 പാരഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പല്ലവി എന്ന് പറയും, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ അനുപല്ലവി, ദെൻ തേർഡ് പാരഗ്രാഫ് ചരണം എന്ന് പറയും, ദെൻ 4th or 5th പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ചരണം 1, ചരണം 2, ചരണം 3 ഇങ്ങനെയാണ് പോകുന്നത്. ഈ വർണ്ണത്തിന്റെ പ്രോസസ്സ് വരുമ്പോൾ ഫസ്റ്റ് ലൈൻ ഇതേപോലെ തന്നെ പല്ലവി, ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്ന അനുപല്ലവി. അപ്പം ഇനി പല്ലവി അനുപല്ലവിയിലൊക്കെ ജസ്റ്റ് 1 ലൈനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് ചരണത്തിന് മുന്നേ ഒരു സെഗ്മെന്റ് വരുന്നത് ചിട്ടസ്വരമാണ്. അപ്പൊ ചിട്ടസ്വരത്തിൽ സ്വര പാറ്റേൺസ് ആണ് വരുന്നത്. ദെൻ ചരണത്തിൽ നമ്മൾ ഇതേപോലെ സാഹിത്യം വരുന്നു. ദെൻ ചരണസ്വരങ്ങൾ ചിലത് 2 ആയിരിക്കും, ചിലത് 3, 4, 5 വരെ വരുന്നതുണ്ട്.
ഇത് നമ്മൾ ഈ വർണ്ണം തന്നെ ആണെങ്കിലും 2 or 3 കൈൻഡ്സ് ഓഫ് വർണ്ണം ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ഈ സ്ട്രക്ചറിൽ വരുന്ന വർണ്ണത്തിന് നമ്മൾ താനവർണ്ണം എന്ന് പറയുന്നു. അപ്പം താനവർണ്ണങ്ങൾ നമ്മൾ ഭരതനാട്യത്തിന് എടുക്കും, നമ്മൾ പാട്ട് കച്ചേരികളിലും നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ഡാൻസിൽ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് പദവർണ്ണാസാണ്. പദവർണ്ണാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം, ചരണം, ചരണസ്വരങ്ങളിലെ ഇതിലെല്ലാത്തിലും സാഹിത്യം വരും. ഞാൻ നേരത്തെ പറഞ്ഞ താനവർണ്ണത്തിൽ ഞാൻ പറഞ്ഞില്ല ചിട്ടസ്വരം സ്വര പാറ്റേൺസ് ആണ്, അതിൽ സാഹിത്യം ഉണ്ടാവില്ല. പക്ഷെ പദവർണ്ണമാണെങ്കിൽ ചിട്ടസ്വരത്തിലും സാഹിത്യം ഉണ്ടാവും, ചരണസ്വരങ്ങൾ എത്ര ഉണ്ടോ അതിലൊക്കെ ഈ സാഹിത്യം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പദവർണ്ണം ആണ് വെച്ചാൽ നിങ്ങൾ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളതുണ്ടോ? ഞാൻ ആ പാട്ട് പറയുന്നത് അത് ശരിക്കും ഒരു പദവർണ്ണം. അത് മോഹനരാഗത്തിൽ വരുന്ന, അത് നമ്മൾ താനവർണ്ണം കാറ്റഗറിയിൽ വരുന്നു. പിന്നെ അനദർ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അടതാള വർണ്ണമാണ്. അത് വേറൊന്നുമില്ല, സെയിം ഇതേ ഫോമാറ്റ് തന്നെയാണ്. താളം വന്നിട്ട് അടതാളമാണ്, അതുകൊണ്ടാണ് അതിന് അടതാള വർണ്ണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന വർണ്ണം താനവർണ്ണമാണ്. അപ്പം ഇന്നിപ്പം നമ്മുടെ ഇതിൽ നട്ടുവാങ്കം വായിക്കുന്ന നമ്മുടെ ഉദയ് ശങ്കർലാൽ ചേട്ടനാണ്. അപ്പം ചിലർക്ക് നട്ടുവാങ്കം എന്താണെന്ന് അറിയണ്ടാവില്ല, ഞാനത് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഈ നട്ടുവാങ്കം എന്ന് പറയുന്നത് നമ്മളൊരു ഡാൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കാരണം ഒരു ഡാൻസർ നമ്മൾ കാല് ചെയ്യില്ല, സ്റ്റെപ്സ് ചെയ്യില്ല, തക്കതിമ്മി എന്നൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ ആ ഇൻസ്ട്രുമെന്റിൽ വായിക്കും. അപ്പം അത് തമ്മിലൊരു കോർഡിയൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ് കാലും നമ്മുടെ നട്ടുവാങ്കം തമ്മിൽ. നട്ടുവാങ്കം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഡാൻസ് കൺസെപ്റ്റിൽ. പിന്നെ ഉള്ളത് മൃദംഗമാണ്. മൃദംഗം വായിക്കുന്നത് കലാമണ്ഡലം ശ്രീനഗറാണ്. ഇവർ രണ്ടുപേരും തൃശ്ശൂരുകാരാട്ടോ. അപ്പം ഞാൻ ശരിക്കും ഇവരെ പരിചയപ്പെടുന്ന കഴിഞ്ഞ വർഷമാണ്. എൻ്റെ മാർഗപ്രതി നാട്യയുടെ ഫസ്റ്റ് സീസൺ മാൻ ചെയ്തപ്പം ഉടുപ്പിയാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. എക്സ്ട്രീംലി ടാലൻറ്റഡ് പേഴ്സണാലിറ്റീസ്. അതിനേക്കാളും കൂടുതൽ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞാൻ ആ ഫസ്റ്റ് ടൈം അവരെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ബിക്കോസ് എൻ്റെ വിഷൻ ഞാൻ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഞാൻ ചിട്ടപ്പെടുത്തിയ ആ എന്താ പറയുക ജതികളും കാര്യങ്ങളും അവർക്കത് എനിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും, ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വന്നു ഒരു 2 മിനിറ്റോളം ഭയങ്കരമായിട്ട് അങ്ങ് ജെല്ലായി. അപ്പം അങ്ങനെ എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവരടുത്ത്. പിന്നെ ഫ്ലൂട്ട് വായിക്കുന്ന ഹരിപ്രസാദാണ്. പുള്ളി കൊച്ചിക്കാരനാട്ടോ. പക്ഷെ ഹരിപ്രസാദ് ഇന്ന് വരുന്നില്ല. ഹരിപ്രസാദിന് നാളെയാണ് റെക്കോർഡിങ് വെച്ചേക്കുന്നത്. എല്ലാം കൂടി ഇന്ന് തീരത്തില്ലല്ലോ. അപ്പോൾ വെറുതെ ഒരു ദിവസം നേരത്തെ വരുത്തി വെക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂരുള്ളവരുടെ എന്നെ നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ നാളെ അവൻ്റെ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇപ്പം ഞങ്ങളിപ്പം റിഹേഴ്സൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഓരോ മണിക്കൂറിനാണ് നമ്മൾ എത്ര രൂപ എന്ന്. ചില സ്റ്റുഡിയോസിൽ ചിലപ്പോൾ 1000 ആയിരിക്കും, ചില സ്റ്റുഡിയോസിൽ 700 ഉണ്ടാവുള്ളൂ പെർ അവർ. അപ്പം നമ്മളിപ്പോൾ റിഹേഴ്സൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി തെറ്റിക്കാനോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് റെക്കോർഡിങ്സ് തീർക്കാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ ഇപ്പം വർണ്ണത്തിൽ ഇപ്പോൾ ഒരു പല്ലവി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലൈൻ പാടുമ്പോൾ നമ്മൾ ആ ഡാൻസർ അതിനകത്ത് ആദ്യത്തെ ഒരു 2 or 3 ടൈംസ് ആ വർണ്ണത്തിൽ ആ പല്ലവിയിൽ വരുന്ന ഓരോ സാഹിത്യത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന ആ അർത്ഥം പുറത്തേക്ക് വരുന്ന മുദ്രകളായിരിക്കും കാണിക്കുന്നത്. ദെൻ ഒരു 2 to 3 ടൈംസ് കഴിഞ്ഞ് പിന്നെ ആ കുട്ടി സഞ്ചാരിയിലേക്കായിരിക്കും പോകുന്നത്. സഞ്ചാരി മീൻസ് ആ ലൈനിന് ചേരുന്ന ഒരു സ്റ്റോറി അതായിരിക്കും അതൊന്ന് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം എത്ര വട്ടം ആ ലൈൻ റിപ്പീറ്റ് ചെയ്ത് പാടണം എന്നുള്ളത് പാട്ടുകാരന് അറിയില്ല. നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴാണ് ഇത്രയും ഒരു മിനിമം ഇത്ര ലൈൻസ് ഈ ലൈൻ ഇത്രയും വട്ടം പാടിയാലായിരിക്കും ആ ഒരു സഞ്ചാരി ആ കുട്ടി ചെയ്ത് തീർക്കുന്നെന്നുള്ളത്. അപ്പം നമ്മളത് റിഹേഴ്സൽ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ പാട്ട് പാടുന്ന പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇത്ര ടൈംസ് അത് പാടേണ്ടി വരും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്നാകും എന്നുള്ളതിൽ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം നേരത്തെ ഒരു ഐഡിയ കിട്ടി പോകുമ്പോൾ നമുക്ക് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക് ഇന്നിപ്പോൾ നട്ടുവാങ്കം ഉണ്ട്. ഫസ്റ്റ് പാട്ടാട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ബലത്തിലാണ് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പാട്ടാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡായിട്ട് ജതി റെക്കോർഡ് ചെയ്യുന്നു. ജതി റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ആ ഡാൻസർ കളിക്കുന്നതിനനുസരിച്ചിട്ട് നട്ടുവാങ്കം വായിച്ച് അത് റെക്കോർഡ് ചെയ്യണം. ദെൻ നമ്മുടെ മൃദംഗം റെക്കോർഡ് ചെയ്യുന്നു. മൃദംഗം ഇന്ന് എത്ര ടൈം കിട്ടും എന്ന് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ 2 o'clock റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 o'clock ഒരുപാട് ലേറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അപ്പം നോക്കാം എത്ര ടൈമിനുള്ളിൽ തീരും എന്നുള്ളത്. ഇതിൽ ഏറ്റവും ടാസ്ക് വരുന്നത് നമ്മുടെ
ഡാൻസർക്ക് കേട്ടോ. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് കളിക്കാൻ വരുന്ന കാവ്യ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ്. അവളിവിടെ തൃശ്ശൂർ തന്നെ കേട്ടോ താമസിക്കുന്നത്. നമ്മുടെ ഷിജിത് സാറിൻ്റെയും പാർവതി മാമിൻ്റെയും സ്റ്റുഡൻ്റാണ്. അപ്പം ആ പുള്ളിക്കാരിയാണ് ഇന്ന് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വരുന്നത്. ശരിക്കും ബലിയാടാകാൻ പോകുന്നെന്ന് വേണം പറയാൻ കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ റെക്കോർഡിങ് ചെയ്യുമ്പോഴേ ആദ്യം പാടുന്നു, ഓക്കെ, ആ പാടുമ്പോൾ ഈ പുള്ളിക്കാരി കളിക്കണം. ദെൻ ജതി പറയുമ്പോഴും പുള്ളിക്കാരി ഡാൻസ് കളിക്കണം, ആ ജതീസ്. ദെൻ നട്ടുവാങ്കത്തിൽ വായിക്കുമ്പോഴും പുള്ളിക്കാരി കളിക്കണം. പിന്നെ മൃദംഗം പാടുമ്പോൾ അതിന് കളിക്കണം. ദെൻ ഫ്ലൂട്ട് മാത്രമാണ് കുഴപ്പമില്ല, പാട്ടിൻ്റെ കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ടൈം അവൾക്ക് ഇമ്പോസിഷൻ കിട്ടുന്ന പോലെ വേണം അവൾ കളിക്കാനായിട്ട്. ബട്ട് എന്നാലും അവൾക്കത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അതിനെന്താ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ രസമല്ലേ എന്നിങ്ങനെ പറഞ്ഞോള്. അപ്പം എല്ലാവരും ഒരു 11 o'clock ആകുമ്പോൾ എത്തും. ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പം ഈ വ്ലോഗ് ഫുൾ കാണാൻ നോക്കുക. മേ ബി എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് ഗുഡ് മെസ്സേജസ് നിങ്ങൾ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം ബാക്കി നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. അത്രയും ആയി. അപ്പം നമ്മുടെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ നട്ടുവാങ്കം. ശരിക്കും നട്ടുവാങ്കം വായിക്കുന്ന ആൾ നട്ടുവനാർ നട്ടോ പറയുന്നത്. ഇതിൽ കറക്റ്റായിട്ട് കാണാം, ആ നട്ടുവാങ്കം വായിക്കുന്ന അതേ താളത്തിൽ തന്നെയായിരിക്കും കാവ്യ സ്റ്റെപ്സും ചവിട്ടുന്നത്. സോ പുള്ളി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവളുടെ ഫുഡ് വർക്ക്സ് ആണ്. ഇൻസ്ട്രുമെൻ്റ് പേര് മൃദംഗം. ഇനി പ്രത്യേകിച്ച് ഇനി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നമ്മൾ പാട്ട് പാടുന്ന പുള്ളി വെച്ചേക്കുന്ന അതേ ശ്രുതിയിൽ ഈ മൃദംഗത്തിൻ്റെ ശ്രുതി ചേർക്കുന്നുണ്ട്. നമ്മുടെ നട്ടുവാങ്കം പോലെ മൃദംഗവും ഫോളോ അപ്പ് ചെയ്യുന്ന ഡാൻസിൻ്റെ ഫുഡ് വർക്ക്സ് ആട്ടോ. അങ്ങനെ ഞങ്ങളിത് ഡിജി ട്രാക്ക് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് തൃശ്ശൂരുള്ള. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ. ഉള്ളിൽ കാണുന്ന ആ റൂമിനകത്താട്ടോ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇരിക്കുന്നത്, റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത് അവിടെ. ആൻഡ് ആർട്ടിസ്റ്റുകളൊക്കെ റെക്കോർഡിംഗ് ചെയ്യാനിരിക്കുന്ന ഏരിയ ഇതാട്ടോ. ഇതാണ് നമ്മുടെ റെക്കോർഡിംഗ് ബൂത്ത് എന്ന് പറയുന്നത്. ആ 2-3 ഏരിയാസ് ഡിവിഷൻസ് ഇല്ല, അവിടെയാണ് ഓരോ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്ന പാടാൻ. ആൻഡ് ആ തലയിൽ കൈവച്ചിരിക്കുന്ന പുള്ളിയില്ലേ, സുന്ദരൻ അങ്കിള്, പുള്ളിയാണ് ഇവിടുത്തെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ളത്. നമ്മുടെ ഈ സൗണ്ട് എഞ്ചിനീയർ ഇരിക്കുന്ന റൂമിലാട്ടോ ഈ കമ്പ്യൂട്ടർ, സ്റ്റുഡിയോ സ്പീക്കർ, സ്റ്റുഡിയോ മിക്സർ, പ്രീ ആമ്പും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം പുള്ളിക്ക് വെരി ഈസി ആയിരിക്കും നമ്മളവിടെ പാടുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും, ഇല്ലെങ്കിൽ അതൊന്നും കൂടെ റീകറക്റ്റ് ചെയ്യാനോ, ഇല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് വരുന്ന ലൈൻ ഒന്നും കൂടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനൊക്കെ പുള്ളീൻ്റെ ആ നേരെ ആ കാണുന്ന ബ്ലാക്ക് കുറേ കീസ് അല്ലല്ലോ, അത് മിക്സറാട്ടോ. അവിടെ പുള്ളിക്ക് അതെല്ലാം മിക്സ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ പാട്ട് പാടുന്നതിന് മുന്നേ ടെമ്പോ എന്താണെന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. ഉടുപ്പിതേ ഫസ്റ്റ് ബൂത്തിൽ കയറിയിട്ടുണ്ട്. അവനൊന്ന് സൗണ്ട് ചെക്ക് ചെയ്യാണ്, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെയുള്ളത്. ജസ്റ്റ് ഒന്ന് അതിനുള്ള തയ്യാറെടുപ്പ് റെക്കോർഡിങ്ങിന് മുന്നേ ഉള്ളത്. അവിടെ ഇരുന്ന സുന്ദരൻ അങ്കിൾക്ക് പുള്ളീനെ നേരെ കാണാനും പറ്റും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനും ഈസി ആയിരിക്കും, അങ്ങനെ ഇതുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ബൂത്തിൽ നമ്മുടെ ഉടുപ്പി പാടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തത് എവിടേക്കാണോ സാഹിത്യം പോർഷൻസ് വരുന്നത്, അപ്പോൾ ആ സാഹിത്യങ്ങളൊക്കെ അവൻ പാടുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണോ ഡാൻസിൽ വരുന്ന കാവ്യ കളിക്കുന്നതിനനുസരിച്ചിട്ട് ഉദയചേട്ടൻ്റെ നട്ടുവങ്കം വായിക്കുന്നുണ്ട്. ഈ 2 സെക്ഷൻസിൻ്റെയാണ് ഇപ്പം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചാൽ നിങ്ങൾ കണ്ടു. ഓക്കെ, കാവ്യ കളിക്കുമ്പോൾ അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ടല്ലോ, കാർപ്പറ്റിൻ്റെ മേലെ അവൾ കളിക്കുന്നത്. അത് വേറൊന്നുമില്ല കേട്ടോ, അവളെങ്ങാനും ഫുഡ് വർക്ക്സ് ചവിട്ടുമ്പോൾ ഓവറായിട്ട് ശബ്ദം വരികയാണെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാർപ്പറ്റ് അവിടെ ഇട്ടേക്കുന്നത്. കാരണം ഉദയചേട്ടൻ വായിക്കുന്ന അവിടുത്തെ മൈക്കിൽ ചെറിയ മൈന്യൂട്ട് ശബ്ദമാണെന്ന് വെച്ചാൽ പിടിക്കാൻ പറ്റുമല്ലോ, അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആകും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ആ കാർപ്പറ്റ് അവിടെ ഇട്ടേക്കുന്ന ഒരു സൗണ്ട് വരാതിരിക്കാൻ. ആ സൈഡിൽ ഞാനവിടെ ഇരിക്കണ്ട കേട്ടോ, രണ്ടുപേരും പാടുന്നതനുസരിച്ച് താളം ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര എളുപ്പമാണ് ഒരു റെക്കോർഡിങ് ചെയ്യാനെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മളൊരു സ്റ്റേജിൽ ലൈവ് പാടുമ്പോൾ നമുക്ക് അത്രയും റിസ്ക് ഇല്ല, ഭയങ്കര പെട്ടെന്ന് പാടാൻ പോവാം എന്നൊക്കെ ഉള്ളതുള്ളൂ. പക്ഷെ നമ്മൾ ഈ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വരുമ്പോൾ നട്ടുവാങ്കം വായിക്കുന്നതിലോ ഇല്ലെങ്കിൽ പാടുന്നത് രണ്ടും തമ്മിൽ സിങ്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ റീടേക്ക് എടുക്കണം. വീണ്ടും നമ്മൾ പാടണം, ഇല്ലെങ്കിൽ വായിക്കണം, കളിക്കുന്ന കുട്ടികളെ വീണ്ടും ചെയ്ത് കാണിക്കണം. അപ്പോൾ വെരി ടഫാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഉടുപ്പിയുടെ കഴിഞ്ഞു. അടുത്ത ഉദയചേട്ടൻ കയറിയിട്ടുണ്ട് ചേട്ടൻ്റെ ജതികൾ പറയാനായിട്ട്.
ജതി പറയുന്ന റെക്കോർഡിങ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ചേട്ടൻ ആ ജതീസ് നട്ടുവാങ്കത്തിൽ വായിക്കുന്ന റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അക്കമ്പനി ചെയ്യാൻ കാവ്യ ജതീസ് കളിച്ചുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതേ ശ്രീരംഗിൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബാക്കി രണ്ടുപേരുടെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീരംഗിന് വേണ്ടിയിട്ട് കാവ്യ വീണ്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് റെക്കോർഡിങ്ങിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തിൽ നടക്കുന്ന സൗണ്ട്സ് ഈ കമ്പ്യൂട്ടറിലാണ് റെക്കോർഡ് ആവുന്നത്. ആ റെഡ് കളർ കാണുന്നില്ലേ, അതിപ്പോൾ കറന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കളർ വേരിയേഷനുള്ള വേവ്സ് കാണുന്നില്ലേ, അത് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള അവിടെ സേവ് ചെയ്തിട്ടുള്ള ഫയൽസ് ആട്ടോ കാണുന്നത്. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അക്ഷയയിൽ കയറിയപ്പോൾ എടുത്ത ക്ലിപ്പായത്. പക്ഷേ സൗണ്ട് അത്രയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ റെക്കോർഡിംഗ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. പോകുന്ന വഴിക്ക് കാവ്യനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം തിരിച്ച് ഞങ്ങൾക്ക് വീടെത്താൻ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹായ്, ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി കേട്ടോ. അപ്പം ടൈം ഒരു 10:20 ആയി. ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ വന്ന് കഴിച്ചു അങ്ങോട്ട് എത്തി. അപ്പം ഹരിപ്രസാദാണ് ഇപ്പോൾ എനിക്ക് ഫ്ലൂട്ട് എടുക്കാനുള്ളത്. വരുന്ന വഴി വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ അപ്പോൾ ഇച്ചിരി ലേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഉടുപ്പ് പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ ഞാൻ എൻ്റെ കറക്ഷൻസ് കയറുമ്പോൾ അപ്പോഴേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടുപ്പിൻ്റെ കറക്ഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട് ബൂത്തിൽ. അപ്പോൾ എൻ്റെ ക്ലിപ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ഹരിപ്രസാദ് സുബ്രഹ്മണ്യം. പുള്ളി എത്തിയപ്പോഴേക്കും ഒരു 12:30 കഴിഞ്ഞു. അവിടെ നിന്ന് ബ്ലോക്കും എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും വന്ന ഉടനെ പിന്നെ നേരെ റെക്കോർഡിങ്ങിന് കയറി കേട്ടോ പുള്ളി. അങ്ങനെ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും റെക്കോർഡിങ് സെഷനെല്ലാം വായിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളെല്ലാവരും ഒന്ന് ഫൈനൽ എല്ലാവരുടെ പോർഷൻ ഒന്ന് കേട്ടിട്ട് ചെക്ക് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുക കേട്ടോ. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡിംഗ് സെഷൻ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു 4 മണിയായി. ഞങ്ങളിപ്പോൾ തന്നെ തിരിക്കുക കേട്ടോ. ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ മഴയിലേക്ക് ഇത് എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഒരു 12-നകത്തെങ്കിലും ട്രിവാൻഡ്രം എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളും. ഇനി അടുത്തൊരു വ്ളോഗ്